നമുക്കിന്ന് ടേസ്റ്റി ആയിട്ടുള്ള ഒരു സേമിയ പായസം ഉണ്ടാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. ഇത് വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു പായസമാണ്. അതുപോലെ ഇത് സാധാരണയിൽ നിന്ന് അല്പം വ്യത്യസ്തമായ രീതിയിലാണ് ഇത് ഉണ്ടാക്കുന്നത്. ഇതെങ്ങുണ്ടാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. ആദ്യമായിട്ട് ഈ ചൂടായ പാനിലോട്ട് നമുക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നെയ്യ് ഇപ്പോൾ ചൂടായിട്ട് വരുന്നുണ്ട്. നമുക്ക് ഇതിലോട്ട് കുറച്ച് അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുക്കാം. ഞാനൊരു 10 അണ്ടിപ്പരിപ്പ് ഇട്ടിട്ടുണ്ട്. ഇതിൻ്റെ കളറ് ചെറുതായിട്ടൊന്ന് മാറുമ്പോഴത്തേക്ക് അതിലോട്ട് നമുക്ക് കുറച്ച് കിസ്മിസ് ഇട്ട് കൊടുക്കണം. ഇത് രണ്ടും നമുക്ക് ഒരു ഗോൾഡൻ കളറിൽ മൂപ്പിച്ച് കോരിയെടുക്കണം. ഇതിപ്പം ചെറുതായിട്ട് മൂത്ത് വരുന്നുണ്ട്. നമുക്കിനി ഇതൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. ഇതേ നെയ്യിലോട്ട് ഒരു 1/4 കപ്പ് സേമിയ ഇട്ട് നമുക്കൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഞാനിവിടെ ചെറിയ സൈസ് സേമിയാണ് എടുത്തിരിക്കുന്നത്. ഇത് റോസ്റ്റഡ് സേമിയ ആണെങ്കിൽ അത് വീണ്ടും റോസ്റ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഇത് നമുക്കൊന്ന് റോസ്റ്റ് ചെയ്ത് മാറ്റി വെക്കാം. ഇനി ഈ പാത്രത്തിലോട്ട് നമുക്ക് 1 ലിറ്റർ പാൽ ഒഴിച്ചു കൊടുക്കാം. ഞാനിതിൽ വെള്ളം ചേർക്കുന്നില്ല. പിന്നെ പാലൊന്ന് ചെറുതായിട്ട് ചൂടായിട്ട് വരുമ്പോഴത്തേക്ക് നമ്മൾ റോസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന സേമിയ ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. സേമിയ ഇട്ട് കഴിഞ്ഞ് നമുക്ക് ഇത് ഇളക്കി കൊടുക്കാം. സേമിയ പായസം പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. ഇതിപ്പോൾ ചെറുതായിട്ടൊന്ന് തിളച്ച് വരുന്നുണ്ട്. തിളച്ച് വരുമ്പോഴത്തേക്ക് നമുക്ക് തീ കുറച്ച് വെച്ച് ഒരു 10 മിനിറ്റ് ഇത് വേവിച്ചെടുക്കുക. ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. ഈ സേമിയ വേവുന്ന സമയത്ത് ഇതിൽ ചേർക്കാനുള്ള ക്യാരറ്റ് ഞാനിവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. ഈ 1 ക്യാരറ്റാണ് ഞാൻ ഇതിൽ ചേർക്കുന്നത്. ഇത് നല്ലപോലെ കഴുകി അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് ഒന്ന് മുറിച്ചിട്ട് അല്പം വെള്ളം ഒഴിച്ച് ഞാനിവിടെ വേവിക്കാൻ വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് ഈ സേമിയ പായസത്തിലോട്ട് ഒരു 1/2 ടീസ്പൂൺ ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ സേമിയ ഏകദേശം വെന്ത് വരുന്നുണ്ട്. അതുപോലെ തന്നെ ഇതിലോട്ട് ഒരു 2 ടേബിൾ സ്പൂൺ ചൗരി വേവിച്ചുകൊണ്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് ഞാനൊരു 2 ടേബിൾ സ്പൂൺ ചൗരി എടുത്തിട്ട് അത് കുറച്ച് സമയം വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ടത് ഒരല്പം വെള്ളം ഒഴിച്ച് വേവിച്ചെടുത്താണ്. ഇപ്പോൾ നമ്മുടെ ക്യാരറ്റ് വെന്തിട്ടുണ്ട് നന്നായിട്ട്. അത് നമുക്ക് നന്നായിട്ട് മിക്സിയിലൊന്ന് അരച്ചെടുക്കണം. ഞാനൊരു 1/4 കപ്പ് വെള്ളം കൂടി ചേർത്താണ് അത് അരച്ചെടുത്തിരിക്കുന്നത്. അതും കൂടി ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. ഈ ക്യാരറ്റ് വേവിച്ചും കൂടി ചേർത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇപ്പോൾ ഇതിൽ ചൗവരിയും ചേർത്തിട്ടുണ്ട്. അതുപോലെ ക്യാരറ്റ് വേവിച്ചതും ചേർത്തിട്ടുണ്ട്. ക്യാരറ്റ് വേവിച്ചത് ഏകദേശം ഒരു 1/4 കപ്പോളം ഉണ്ടായിരുന്നു. ഇനി നമുക്ക് ഇതിലോട്ട് ആവശ്യത്തിന് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഞാനൊരു 5 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ചേർക്കുന്നത്. ഓരോരുത്തരും അവരവരുടെ മധുരത്തിനനുസരിച്ച് പഞ്ചസാര ചേർക്കണം. ഇത് അത്യാവശ്യം നല്ല മധുരമുണ്ട്. ഇപ്പോൾ നമ്മൾ കണ്ടൻസ് മിൽക്ക് ചേർക്കുകയാണെങ്കിൽ പഞ്ചസാരയുടെ അളവ് കുറയ്ക്കണം. ഇപ്പോൾ നമ്മുടെ പായസം ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇതിപ്പോൾ കണ്ടാൽ അല്പം ലൂസായിട്ടാണ് ഇരിക്കുന്നത്. പക്ഷേ നമ്മൾ സേമിയ പായസം അടുപ്പിൽ നിന്ന് മാറ്റി കഴിഞ്ഞ് കുറച്ച് സമയം വെക്കുമ്പോൾ അത് കട്ടിയായിട്ട് വരും. ഇനി നമുക്ക് ഗ്യാസ് ഓഫാക്കാം. ഇനി അതിലൂടെ നേരത്തെ വറുത്ത് വെച്ചിരിക്കുന്ന അണ്ടിപ്പരിപ്പും കിസ്മിസും കൂടി ചേർത്ത് കൊടുക്കാം. ക്യാരറ്റ് ചേർത്തപ്പോൾ നമ്മുടെ പായസത്തിൻ്റെ കളറൊക്കെ നന്നായിട്ട് മാറിയിട്ടുണ്ട്. ഇനി നമുക്കിത് കുറച്ച് സമയം ഒന്ന് അടച്ചു വെക്കാം. ഇടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കുന്നത് നല്ലതാണ്. അല്ലെങ്കിൽ പായസത്തിൻ്റെ മുകളിൽ ഇങ്ങനെ പാട വരാൻ ചാൻസ് ഉണ്ട്. ഒരു 10-20 മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ഇത് അല്പം തണുത്ത് കഴിയുമ്പോഴത്തേക്ക് ഗ്ലാസ്സിലേക്ക് ഒഴിച്ച് സെർവ് ചെയ്യാവുന്നതാണ്. അതുപോലെ സേമിയ പായസം ഉണ്ടാക്കുമ്പോൾ അത് കുറച്ച് സമയം ഇരുന്ന് കഴിയുമ്പോഴത്തേക്ക് അത് കട്ടിയാകാറുണ്ട്. ഇപ്പം ഞാൻ ഈ പായസത്തിൽ അങ്ങനെ വെള്ളം ചേർത്തിട്ടില്ല. അതുകൊണ്ട് കുറച്ച് ചൂടുവെള്ളം ചേർത്ത് അതൊന്ന് അയച്ചെടുത്താൽ മതി. ഇപ്പം നമ്മൾ വെള്ളം കൂടി ചേർത്തുണ്ടാക്കുന്ന സേമിയ പായസമാണെങ്കിൽ കുറച്ച് ചൂടുപാൽ ചേർത്ത് അത് നമുക്ക് അയച്ചെടുക്കാം.
അതുപോലെ സാധാരണയിൽ നിന്ന് അല്പം വ്യത്യസ്തമായ ഈ സേമിയ പായസത്തിൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇത് ക്യാരറ്റും കൂടി ചേർത്ത് കഴിയുമ്പോഴത്തേക്കും ഒരു അല്പം വ്യത്യസ്തമായ ടേസ്റ്റാണ്. പിന്നെ ഇത് നല്ല എളുപ്പമാണ് ഉണ്ടാക്കാൻ. ഇതിൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഇത് നിങ്ങളെല്ലാവരും തന്നെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അടുത്ത റെസിപ്പിയുമായി വീണ്ടും കാണാം.